ഹലോ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന IT-കളിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്തമെറ്റിക് കം ഡ്രോയിങ് തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് ഇന്നലെ കേരള PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഡിപ്ലോമ BTech ഏത് ബ്രാഞ്ചിലും കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഇത്. ഇതിൽ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഏകദേശം 51,000 ആയിരുന്നു. എക്സാമിന് കൺഫർമേഷൻ കൊടുത്തത് 29,000 ആളുകളാണ്. റാങ്ക് ലിസ്റ്റിൽ ഇപ്പോഴും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 148 ആളുകളെയാണ്. കട്ട് ഓഫ് മാർക്ക് 67 ആണ്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഏണസ്റ്റ് അക്കാഡമിയുടെ പേരിൽ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഇതിൽ ഞങ്ങളുടെ വിജയം അല്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ 148 ആളുകളുടെ മെയിൻ ലിസ്റ്റിൽ 15ഓളം സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമിയുടെയാണ്. ഈ കോഴ്സിനെ ബേസ് ചെയ്തിട്ടൊരു ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. കുറേയധികം കുട്ടികൾ ഈ കോഴ്സ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫാക്കൽറ്റിയുടെ നിരന്തരമായ സപ്പോർട്ടും ഗൈഡൻസും കുട്ടികളുടെ പരിശ്രമവും ആയപ്പോഴത്തേക്കും നല്ലൊരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. ഒന്നുകൂടി ഈ സ്റ്റുഡൻസിന് നല്ല സപ്പോർട്ട് കൊടുത്തത് അത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിനും അവർക്ക് നിരന്തരമായി മെൻറ്ററിങ് കൊടുത്ത ഫാക്കൽറ്റീസിനും എല്ലാം ഏണസ്റ്റ് അക്കാഡമി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. റാങ്ക് ലിസ്റ്റിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ 5th റാങ്ക് നേടിയിരിക്കുന്നത് അഞ്ജു കൃഷ്ണയാണ്. അഞ്ജു കൃഷ്ണ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. ഇപ്പോഴ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്. 13th റാങ്ക് നേടിയിരിക്കുന്നത് ജുബിന TP ആണ്. 16th റാങ്ക് നേടിയിരിക്കുന്നത് എബ്രാം ആന്റണി. 25th റാങ്ക് നേടിയിരിക്കുന്നത് അനുരാജ് CP. 27th റാങ്ക് നേടിയിരിക്കുന്നത് സൂരജ് RK. 30th റാങ്ക് നേടിയിരിക്കുന്നത് അഞ്ജലി. 36th റാങ്ക് നേടിയിരിക്കുന്നത് അസീന P ആണ്. 59th റാങ്ക് നേടിയിരിക്കുന്നത് ഹരികൃഷ്ണൻ KM. 67th റാങ്ക് നേടിയിരിക്കുന്നത് അമൃത T. 96th റാങ്ക് നേടിയിരിക്കുന്നത് അജീഷ P. 130 റാങ്ക് നേടിയിരിക്കുന്നത് കാർത്തിക കൃഷ്ണ. 148th റാങ്ക് നേടിയിരിക്കുന്നത് ധനിഷ സിദ്ദി തുടങ്ങി സപ്ലിമെന്ററി ലിസ്റ്റുകളിലുമായിട്ടും നമ്മുടെ സ്റ്റുഡൻസ് ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ എക്സാം നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 16ഓളം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഡിലീഷൻ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് 67 മാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഉറപ്പായും ഉയർന്ന ഒരു കട്ട് ഓഫ് ആണ്. അതേപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 88 മാർക്കാണ്. നമുക്കറിയാം ഫൈനൽ ആൻസർ കീയിൽ ഏകദേശം 8ഓളം ക്വസ്റ്റ്യൻസ് ഡിലീഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസം ഏപ്രിൽ മാസത്തിലായിട്ട് വിവിധ ട്രേഡ്സ്മാൻ തസ്തികകളുടെ ഫിറ്റർ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രീഷ്യൻ തസ്തികകളുടെ എക്സാം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ തയ്യാറെടുക്കുന്നവരെല്ലാവരും തന്നെ ഒരു നല്ല ഉയർന്ന മാർക്കിന് വേണ്ടി തന്നെ തയ്യാറെടുക്കണം. നിങ്ങൾ മിനിമം ഒരു 80+ മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള എഫോർട്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടാകണം. റാങ്ക് ലിസ്റ്റിൽ ആളുകളെ ഉൾപ്പെടുത്തുന്നത് വളരെ കുറവാണെങ്കിൽ പ്ലംബറിന്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിന്റെ റാങ്ക് ലിസ്റ്റിൽ 18ഓളം ആളുകളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോഴതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 88 ആയിരുന്നു. ഇപ്പോൾ ഈ ഡേറ്റാസ് എല്ലാം വെച്ചിട്ട് ഇപ്പോഴത്തെ റീസെന്റ് എക്സാം ട്രെൻഡ്സും കട്ട് ഓഫും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഗോൾ സെറ്റിങ്ങിന് എന്തായാലും പ്രയോജനമാകും എന്ന് കരുതിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ ഈയിടെയാണ് വന്നത്. ഷീറ്റ് മെറ്റൽ, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രോ മെക്കാനിക് തുടങ്ങിയ തസ്തികകളിലായിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ട്രേഡ്സ്മാൻ തസ്തികകളുടെയും ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികകളുടെയും എല്ലാ കോഴ്സുകളും ഇൻറ്റൻസീവ് ഓൺലൈൻ കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസും ഞങ്ങളുടെ മെൻറ്ററും നിങ്ങളുടെ ഗോളും അച്ചീവ് ചെയ്യാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. 90+ മാർക്ക് നിങ്ങൾക്ക് നമ്മളുടെ കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കോഴ്സിനും മറ്റു വിവരങ്ങൾക്കുമായിട്ട് കമന്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.